സാർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പ്, CPM ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ വാർത്ത പുറത്തുവിടുകയുണ്ടായി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരത്ത് അവരോധിച്ചിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ, അതായത് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി 21 വയസ്സ് മാത്രം പ്രായമുള്ള ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ്, അതായത് ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവിൻ്റെ ഭാര്യ, 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരത്തി തിരുവനന്തപുരം പോലുള്ള ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷൻ്റെ മേയറായിട്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വളരെ സാഹൂതം തന്നെയാണ് അത് നോക്കിക്കണ്ടത്. കാരണം തലസ്ഥാന നഗരിയിൽ നമ്മുടെ സംസ്ഥാനം തലസ്ഥാന നഗരി ഇരിക്കുന്ന സ്ഥലത്തെ മേയർ, ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെയുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അത്രത്തോളം തന്ത്രപ്രാധാന്യമുള്ള സ്ഥലം, അവിടെ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വനിതാ നേതാവ് ഒരു മേയറായി വരുമ്പോൾ തീർച്ചയായും വളരെ പക്വത ആവശ്യമുള്ള ഒരു പദവിയാണത്, തീരുമാനങ്ങൾ എടുക്കാനുള്ള, രാഷ്ട്രീയപരമായും അല്ലാതെയൊക്കെ. അപ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ള തരത്തിൽ തന്നെ അവരുടെ വാർത്തകൾ പുറത്തു വന്നു. ഇപ്പോൾ കാലം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടി. അതാണ് നമ്മൾ ഈ വാർത്തയുടെ ആമുഖത്തിൽ കണ്ട ചിത്രം. ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ആര്യ നിൽക്കുന്ന ചിത്രം കണ്ടത് അത് തന്നെയാണ്. ഒരു ദയനീയമായ രംഗമായിരുന്നു. അതെ. അപ്പോൾ അതിൽ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 21 വയസ്സ് മാത്രം പ്രായമുള്ള ആര്യ രാജേന്ദ്രനെ അന്ന് മേയറാക്കുമ്പോൾ അതിനുശേഷം അവിടെ CPMന് എന്ത് സംഭവിച്ചു? കാലങ്ങളോളം ഇടതുപക്ഷം കയ്യിൽ ഒതുക്കി വച്ചിരുന്ന ഒരു കോർപ്പറേഷൻ പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP ഭരിക്കുന്നതാണ് കണ്ടത്. BJPയുടെ മേയറാണ് ഇപ്പോൾ രാജേഷ്, അവിടെ VV രാജേഷ്. അപ്പോൾ അതിനെടുത്ത് പറയത്തക്ക കാര്യങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ആര്യ രാജേന്ദ്രൻ്റെ ഭരണവിരുദ്ധത തന്നെയാണ്. അതായത് ഈ CPMൻ്റെ കൗൺസിലേഴ്സിനോട് പോലും അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിക്കുകയോ അല്ലെങ്കിൽ അവരോട് അവരുടെ അഭിപ്രായങ്ങൾ വിലക്കെടുക്കുകയോ ചെയ്യാതെ ഇന്നിപ്പോൾ സംസ്ഥാന ഭരണത്തിൽ ഏകാധിപതിയായി പെരുമാറുന്ന പിണറായി വിജയൻ്റേതിന് തത്തുല്യമായ രീതിയിലുള്ള സ്വഭാവ രീതികളുമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ഭരിച്ചതെന്ന് പറയുന്നത്. കൂടാതെ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി അഴിമതി ആരോപണങ്ങൾ, അവിടെ നടന്നിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നീട് വഴിയെ പറയാം. ഇത് ആര്യ രാജേന്ദ്രനെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തി. ഇന്നലെ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ ആ ശിവൻകുട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി വരുന്നു. ആര്യ രാജേന്ദ്രന് MA ബേബിക്ക് വളരെ അടുത്ത സൗഹൃദമുള്ള ആൾ തന്നെയാണ്. ഇവരുടെ ഏതാണ്ട് 1-1.5 വയസ്സുള്ളൊരു കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. അവരെ ഒക്കത്ത് വെച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ MA ബേബിയും ശിവൻകുട്ടിയൊക്കെ അതുവഴി കടന്നു പോകുമ്പോൾ ഇവർ നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ആര്യ രാജേന്ദ്രനുമായി ഏതെങ്കിലും തരത്തിൽ CPMൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ CPMന് കിട്ടാവുന്ന അവസാന വോട്ടും നഷ്ടമാവുമെന്ന് ഇവർക്ക് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ആര്യ രാജേന്ദ്രന് തീർത്തും അപ്രസക്തമായ രീതിയിൽ പുറംപോക്കിൽ, CPMൻ്റെ പുറംപോക്കിൽ ഒരു കുട്ടിയെടുത്ത് വളരെ ദയനീയമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഇതിനെങ്ങനെ വിലയിരുത്തുന്നു? ആര്യ രാജേന്ദ്രനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഏത് രാജ്യത്തിനും, അപ്പോൾ അത് രാജ്യം മാത്രമല്ല, ഏത് സംഘടനയ്ക്കും അതിൻ്റെ നേതാവിൻ്റെ സ്വഭാവം പ്രകടമായി ശക്തനായ ഒരു നേതാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നേതാവിൻ്റെ സ്വഭാവം അനുകരിക്കാൻ എല്ലാവരും നോക്കും. ഇവിടെ ആര്യ രാജേന്ദ്രനൊക്കെ മാതൃകയാക്കിയത് നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റി പഠിച്ചത് മറ്റാരെയും നല്ല പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ്റെ സ്വഭാവം, ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഒരുമിച്ച് പാവം ഈ പെൺകുട്ടിയിലേക്ക് ചേരുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആര്യ രാജേന്ദ്രനെ ഇങ്ങനെ മാറ്റി നിർത്തിയത് നമ്മൾ കാണുമ്പോൾ ഒരു വിഷമം തോന്നും, ഭയങ്കരമായിട്ട് വിഷമം തോന്നും. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തി എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. എന്നാൽ പോലും ആര്യ രാജേന്ദ്രനെ പോലെ തന്നെ പെരുമാറിയ ഒത്തിരി ആൾക്കാരുണ്ട് ഈ സിസ്റ്റത്തിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ PK ശ്യാമള ഇവിടെ സ്ഥാനാർത്ഥിയാണ്, അപ്പോഴാണ് ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തുന്നത്. രണ്ടും കാണണം.
CPM-ന്റെ ഇരട്ടത്താപ്പുണ്ട് ഇവിടെ. അല്ല അവിടെ ഇപ്പം സാറ് പറഞ്ഞോടെ ഒന്ന് പൂരിപ്പിച്ച് പറയട്ടെ ഞാൻ. അതായത് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 21 വയസ്സുള്ള മേയർ അവതരിപ്പിച്ച പാർട്ടി എന്തുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യെ പരിഗണിച്ചില്ല എന്നൊരു ചോദ്യം സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ മേയറായിരുന്നു. സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ MP ഗോവിന്ദൻ പറഞ്ഞത് ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ആര്യയെ പരിഗണിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര്യയെ പരിഗണിച്ചിരിക്കും. അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ MP ഗോവിന്ദൻ പറഞ്ഞത് അതാണ്. ഇന്നിപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ PK ശ്യാമള അടക്കമുള്ള തൻ്റെ പ്രിയ ഭാര്യയൊക്കെ അതിലേക്ക് പരിഗണിക്കുമ്പോൾ ആര്യയെ പോലുള്ള ചിന്താ ജെറോമിനെ പോലുള്ള CPM-ലെ യുവരക്തങ്ങളായ വനിതകളെ CPM-ന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നിരിക്കുന്നത്. അത് CPM-ന്റെ തന്ത്രപരം എന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായ ഒരു നീക്കമാണ്. ഏതെങ്കിലും ഇത്തിരി സംസാരിക്കാനും പ്രസംഗിക്കാനും അറിയാവുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇവർ നാളെ ഇന്ത്യ പിടിച്ചെടുക്കാൻ പോകണം, ജാൻസി റാണിയാണ്, ഉണ്ണിയാർച്ചയാണ്, ഈ രീതിയിൽ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുക, TV ദൂരദർശനിൽ കൂടെ അവതരിപ്പിക്കുക, ചാനലിൽ കൂടെ അവതരിപ്പിക്കുക, ഇങ്ങനെ പറഞ്ഞ് വലിപ്പം. ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ തന്നെ അതാ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. MAVയുടെ പേര് ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുകയും ചെയ്തത്. സിന്ധു ജോയി എന്ന് പറഞ്ഞ SFIക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളി മത്സരിച്ചു, എറണാകുളത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ചു. പിന്നീട് ഇപ്പോൾ അവരെ പറ്റി എന്താ കേൾക്കുന്നത്? വല്ല വിവരമുണ്ടോ? സുകന്യ അതിപ്പോൾ പറയുന്നുണ്ട്. അവിടെ ശ്യാമള വന്നു. സിന്ധു ജോയി പിന്നീട് എപ്പോഴോ ഈ സുവിശേഷ ക്യാമ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നതാണ് നമ്മൾ പിന്നീട് അറിഞ്ഞത്. അവരെ ദൈവം രക്ഷിക്കട്ടെ. അതെ, അതല്ല ഞാൻ പറഞ്ഞത്. ഈ CPM-ന് ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. പക്ഷേ സിന്ധു ജോയി ഇവരുടെ അത്ര പ്രകടമായ അഹങ്കാരത്തിൻ്റെ പെരുമാറ്റം അന്ന് അത്ര ഉണ്ടായിട്ടില്ല. അന്ന് പിണറായി വിജയനായിട്ടുള്ള നയനാരൊക്കെ ആയിരുന്നു, അച്യുതാനന്ദനൊക്കെ ആയിരുന്നു നേതാവ്. പിണറായി ആയിരുന്ന സിന്ധു ജോയി അങ്ങനെ ആകുമായിരുന്നു. ഇവിടെ ആര്യ രാജേന്ദ്രൻ്റെ ചെയ്ത്ത് എന്ന് പറയുന്ന അഹങ്കാരം മാത്രമല്ല, അഴിമതിയുടെ കാര്യത്തിൽ മോശക്കാരിയായിരുന്നില്ല. നിയമനവുമായി ബന്ധപ്പെട്ട് കത്ത് ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് തരണം എന്ന് പറഞ്ഞ പാർട്ടി സാർ അത് തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ 295 പേരുടെ നിയമന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ആര്യ രാജേന്ദ്രൻ തൻ്റെ മേയറുടെ ലെറ്റർ ഹെഡിൽ കത്തെഴുതി. അതായത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട താൽക്കാലിക നിയമനത്തിന് വേണ്ടി പാർട്ടിയിൽ നിന്നും 295 തസ്തികയിലേക്ക് പേരുകൾ നൽകാൻ പറഞ്ഞുകൊണ്ട് മേയറുടെ ലെറ്റർ ഹെഡിലാണ് ലെറ്റർ കൊടുത്തത്. അത് തീർത്തും സ്വജനപക്ഷപാതിത്വമാണല്ലോ. ഒരിക്കലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അഴിമതി തന്നെയാണ്, നടത്താൻ പാടില്ല. മാത്രമല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. പൊതുപ്രവർത്തകരെന്ന് പറയുമ്പോൾ ഇതം പ്രഥമമായി അവരുടെ കർത്തവ്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു വിഷയത്തെ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഒരു മുൻപിൽ വരുന്നൊരു വിഷയം അത് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ. അപ്പം മുൻപിൽ വരുന്നൊരു പ്രശ്നം എത്രയും പെട്ടെന്ന് രമ്യമായി ഇരുകൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. വഷളാക്കാതെ അങ്ങനെയാണെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ പരസ്യമായി ചെയ്ത ഒരു വിഷയം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ചിത്രം. 2021 ഏപ്രിലിൽ ആണ് തിരുവനന്തപുരത്ത് KSRTC പാനൽ ജീവനക്കാരനെ യദു എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ പയ്യൻ, അവൻ തൃശ്ശൂരിൽ നിന്ന് സ്വിഫ്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. അത് പാളയം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവരുടെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് കുറുകെ, റോഡിന് കുറുകെ കൊണ്ട് KSRTC ബസ്സിന് കുറുകെ ഇട്ട് ചിത്രമൊക്കെ നമ്മളാ ന്യൂസ് ചെയ്തിരുന്നതാണ്. അത്രത്തോളം ധിക്കാരപരമായ നിയമപരമായ ലംഘനം നടത്തി. ഇവർ മാത്രമല്ല, ഇവരുടെ ഭർത്താവായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാണെങ്കിൽ മറ്റൊരാൾ നിയമസഭാ സാമാജികനാണ്. രണ്ടുപേരും നിയമലംഘനം നടത്തി. അവസാനം എന്ത് പറ്റി? ഈ പാവപ്പെട്ട KSRTC ഡ്രൈവറെ ഇപ്പോഴും ജോലിയിലെടുത്തിട്ടില്ല, പിരിച്ചുവിട്ടു. എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ മന്ത്രി എന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്, നിങ്ങൾ എന്നെ അങ്ങനെ നോക്കിയാൽ മതി എന്ന് പറയുന്ന KSRTC വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനുമെതിരെ ഈ പയ്യൻ യദു ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായി. സാർ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. യദു എന്താ ചെയ്തതെന്നുള്ള ലോകം മുഴുവൻ കണ്ടതാണ്. കാരണം തത്സമയം മാധ്യമങ്ങൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആര്യ രാജേന്ദ്രനാണെന്നും അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ നടപടിയെടുക്കുകയെന്നും മനസ്സിലാക്കാനുള്ള ബോധാഭാവം പയ്യനില്ലാതെ പോയി. ഇതിൽ ഒരു നമ്മൾ വഴിതിരിച്ചു വിടുന്നില്ല, വഴി മാറിപ്പോകുന്നില്ല.
പക്ഷേ എപ്പോഴും ഈ CPM-കാരെ ഏതെങ്കിലും തരത്തിലൊക്കെ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിർണായക തെളിവെന്ന് പറയുന്ന മെമ്മറി കാർഡുകൾ ഒന്നുകിൽ ക്ലിഫ് ഹൗസിന്റെ ആകാശത്ത് മാത്രം പെട്ടിയ ഒരു ഇടിയിൽ വെട്ടി ക്ലിഫ് ഹൗസിലെ സ്വപ്ന സുരേഷ് വന്ന വിഷ്വൽസ് പോയതുപോലെ, ഫുട്ടേജ് പോയതുപോലെ, അന്ന് KSRTC ബസ് ഓടിച്ചിരുന്ന യദുവിന്റെ വണ്ടിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് പോയി. മെമ്മറി കാർഡെല്ലാം കാണും, സെക്രട്ടേറിയറ്റിലും പോയി എല്ലായിടത്തും പോകും, എവിടെയും പോകും. അത് കിട്ടിയിട്ടില്ല. അപ്പൊ യദു ചെയ്തത് തെറ്റാണോ ശരിയാണെന്ന് അറിയാൻ ആ മെമ്മറി കാർഡ് മതിയായിരുന്നു. പക്ഷെ ആ മെമ്മറി കാർഡ് പോയി. അതിലൊക്കെ ആര്യ രാജേന്ദ്രന്, സച്ചിൻ ദേവ് MLA ഒക്കെ ഒരുപാട് പഴി കേട്ടതാണ്. മറ്റൊന്ന് തിരുവനന്തപുരം, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഒരു വിഷയം പരിഹരിക്കാൻ ഒട്ടും മിടുക്കില്ല എന്നുള്ളത് മനസ്സിലായി. മറ്റൊന്ന് ഈ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് എന്ന് പറഞ്ഞ ഒരു തോട്ടില് മാലിന്യം കൂടി കഴിഞ്ഞപ്പോൾ ജോയി എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ പോയി 4-ാം ദിവസമാണ് അയാളുടെ ബോഡി നമുക്ക് കിട്ടുന്നത്. അതിലൊക്കെ വളരെ കെടുകാര്യസ്ഥത, ഒട്ടും തന്നെ അപ്രായോഗികമായ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായി. ഒരിക്കലും പ്രായോഗികമായ രീതിയിലുള്ള സംസാരം രീതിയല്ല കണ്ടത്. അത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള തോടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സാധാരണ ഈ സ്റ്റേഷൻ അതിർത്തി നിന്ന് തട്ടി ശവമാണെങ്കിൽ മറ്റേ അതെ എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ മാത്രമല്ല, പിന്നെ ഈ നിയമനത്തിന്റെ കാര്യം, ആമയഴഞ്ചാൻ തോട്ടിലുണ്ടായ ജോയിയുടെ ഒരു പ്രശ്നം, യദുവിൻ്റെ ഒരു വിഷയം, കൗൺസിലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ CPM-ന്റെ കൗൺസിലർമാരോട് പോലും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കൊണ്ട് നടന്ന ആ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ആര്യക്കെതിരെയാണ് എതിർത്ത് പറഞ്ഞു. ഒരിക്കലും അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ യോഗം നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി വേദിയിലിരുന്ന് സംസാരിച്ചപ്പോൾ പോലും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു ആര്യക്കെതിരെ. ഇനിയും ഈ ആര്യയെ തിരുവനന്തപുരത്തിന്റെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ആര്യ രാജേന്ദ്രൻ കൊണ്ടുവരാൻ പാടില്ല നന്ദി അവർ പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ ഇവർ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ സംശയം, ഈ സർവീസിലൊക്കെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നാണ് പരിപാടിയുണ്ട്. ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ വേണ്ടപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്, സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് കൊടുക്കും. പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത്ര കിലോമീറ്റർ ദൂരെ ട്രാൻസ്ഫർ. ആര്യ രാജേന്ദ്രൻ്റെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് പാർട്ടി മാറ്റി നിർത്തി. അങ്ങോട്ടാണ് മാറ്റി നിർത്തി? ഭർത്താവിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക്, ബാലുശ്ശേരിയിലേക്ക്. അപ്പോൾ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ല, ഒരു സുഖ ചികിത്സയ്ക്ക് തന്നെ വിട്ടിരിക്കുന്ന. അല്ല, ഇപ്പൊ ബാലുശ്ശേരി, ഇപ്പൊ അതിൽ അങ്ങോട്ട് വരാം. ബാലുശ്ശേരിയിൽ ഇപ്പോൾ സച്ചിൻ ദേവ് മത്സരിക്കുന്നു. അപ്പൊ സച്ചിൻ ദേവിനോട് മാധ്യമങ്ങളിൽ ചോദിച്ചു, ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ പരിധിയിലൊന്നും ഇവിടെ പ്രചരണത്തിൽ കാണുന്നില്ല, CPM അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ബാലുശ്ശേരിയിൽ ഭാര്യ എന്ന രീതിയിൽ, CPM-ന്റെ പ്രവർത്തക എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ വരുമെന്ന് സച്ചിൻ ദേവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആര്യയുടെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരമാണ്, പാർട്ടി അവിടെയാണ് ആര്യയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വല്ലപ്പുഴങ്ങ വന്നാൽ വരും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഫലത്തിൽ ബാലുശ്ശേരിയിലേക്കും ചെല്ലാൻ പറ്റില്ല, തിരുവനന്തപുരത്തേക്കും അടുപ്പിക്കേണ്ട എന്നാണ് CPM-കാർ പറഞ്ഞത്. കാരണം ഏതെങ്കിലും കാരണവശാൽ CPM-ന്റെ ഇത്ര ഔദ്യോഗിക പരിപാടികളിൽ ആര്യ രാജേന്ദ്രനെ കിട്ടാൻ സാധ്യതയുള്ള വോട്ട് കൂടി നഷ്ടമാകും എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് എൻ്റെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ. ഏതെങ്കിലും തരത്തിൽ പ്രസംഗിക്കാനോ എഴുതാനോ ഒക്കെ കഴിവുള്ള പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് CPM ഇങ്ങനെ രംഗത്തിറക്കുമെന്ന് സാറ് പറഞ്ഞു. സാറ് വൈലോപ്പള്ളിയുടെ വാഴക്കുല കൊണ്ടുവന്ന്, ചെങ്ങമ്പുഴയുടെ വാഴക്കുല കൊണ്ടുവന്ന് വൈലോപ്പള്ളിയുടെ വളപ്പിൽ കെട്ടി ഡോക്ടറേറ്റ് മേടിക്കാൻ നടത്തുന്നതാണോ ബൗദ്ധികമായ പ്രവർത്തന രീതി? അതിനെ ന്യായീകരിക്കുന്നുണ്ട്. അതാണ് അതിന് ഡോക്ടറേറ്റ് കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത ഈ പുങ്കവന്മാരെ നമ്മൾ എന്ത് പറയാം? എൻ്റെ സുഹൃത്തെ, ശുപാർശ ചെയ്യുന്ന പുങ്കവൻ എന്ന് പറയുന്നത് തന്നെ അങ്ങനെ മേടിച്ചാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം സുനിൽ പിള്ളയുടെ, അവർ തന്നെ അങ്ങനെ ഡോക്ടറേറ്റ് മേടിച്ചവരാണെങ്കിൽ അതിനകത്ത് അവർക്കത് തെറ്റല്ലെന്ന്. അപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവരുടെ നമ്മൾ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അത് മാറ്റിവെക്കുന്നു. പക്ഷെ ഈ ബൗദ്ധിക നിലവാരം ഉണ്ട് എന്ന് നമ്മൾ ഇവർ ഉപരിപ്ലവമായിട്ട് അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ചെങ്ങമ്പുഴയുടെ വാഴക്കലെ കുറിച്ച് അറിയാത്ത ഈ കേരളത്തിൽ ആരുമില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അതാണ് MN വിജയനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ ബൗദ്ധിക നിലവാരവും ഇപ്പോൾ ബൗദ്ധിക നിലവാരം ഉണ്ടെന്ന് പറയുന്നത് ആരാ നടത്തിയത്? ഇപ്പോഴത്തെ ബുദ്ധിജീവി. അവിടെ ഒരു എന്താണ്, ആ വാഴക്കുലയ്ക്ക് അടുത്തൊരു മാവ് ഉണ്ടായിരുന്നു, ഒരു മാമ്പഴം ഉണ്ടായിരുന്നു പറഞ്ഞെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ അതിനെ സാധൂകരിക്കാൻ പറ്റിയേനെ. ഇതൊന്നും ഇപ്പോഴത്തെ ആസ്ഥാന ബുദ്ധിജീവി ആരാന്ന് വല്ലപ്പോഴും എനിക്കറിയത്തില്ല, വല്ലതും ഉണ്ടോ, അറിയാവോ? അല്ല, നമ്മൾ ഇപ്പം ഞാൻ സാറ് പറഞ്ഞു വന്നതിന് ഞാൻ അതിനോടൊന്ന് പ്രതികരിച്ചാണ്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകൾ മാത്രം കൊണ്ട് ഒരു പൊതുപ്രവർത്തന രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു പൊതു രംഗത്ത് പ്രവർത്തിക്കേണ്ടത്, സാധാരണക്കാരൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുകൂടി ആദ്യം പഠിപ്പിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആര്യ രാജേന്ദ്രന്മാർ തെരുവിൽ ജനത്തിന് മുമ്പിൽ നിന്ന് നാറണ കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും. CPM-നെ ഒരു പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തി വീണ്ടും വോട്ട് ചോദിക്കേണ്ടി വരും. ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിഷയം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് പൊങ്കാല കഴിഞ്ഞപ്പോൾ ആ പൊങ്കാല അടുപ്പ് കൂട്ടി ഇഷ്ടികകളൊക്കെ ഇവരുടെ നേതൃത്വത്തിലാണ് മാറ്റിയത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് വീട് പണിയുന്നതിന് വേണ്ടി മാറ്റിയെന്ന് പറയണേ.
അപ്പോൾ ഇതിലൊക്കെ കെടുകാര്യസ്ഥത നടമാടി എന്നുള്ളത് അന്ന് തന്നെ കെടുകാര്യസ്ഥല്ല, പച്ചക്കുള്ള അഴിമതി അഴിമതി ചൂണ്ടിക്കാണിച്ചത് അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവരുടെ കൂടെ തന്നെയുള്ള ആളുകളാണ്. പക്ഷെ മറിച്ച് പാർട്ടിയുടെ ഉന്നതന്മാരുടെ സഹകരണം ഇല്ലാതെ ഇവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അല്ല, ശിവൻകുട്ടിയുടെ വിനീത ശിക്ഷയായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രൻ ഭരിച്ചതിൻ്റെ ഫലമായി ആര്യാവിരുദ്ധ വികാരം കൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഈ സ്ഥലം മുടവൻ മുകളിൽ നിന്നുള്ള ഒരു കൗൺസിലാണ് ആര്യ. അന്ന് 547 വോട്ടൊക്കെയാണ് അവർ നേടിയത്. അപ്പോൾ ഈ മുടവൻ മുകളിൽ നിന്ന് ജയിച്ചു വന്ന ഇവരുടെ ഈ ഭരണം കാരണം ഈ CPM-ന്റെ ബദ്ധശത്രുക്കൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന BJP തിരുവനന്തപുരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തുകയും BJP ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് ആര്യ രാജേന്ദ്രന്റെ സേവനം എത്തിച്ചേർന്നു. എന്തായാലും ഈ ചിന്താ ജെറോമിനെ പോലുള്ള ആര്യ രാജേന്ദ്രനെ പോലുള്ള ആളുകളെ, ഒത്തിരി ഉണ്ട് ലിസ്റ്റ്, PP ദിവ്യ, ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ CPM-ന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇവർ തള്ളി വിട്ടിരിക്കുന്നു. അതിന് കാലം കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇനിയും കൃത്യമായ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് സന്തോഷിക്കേണ്ട. PK ശ്യാമള പ്രത്യക്ഷപ്പെട്ട പോലെ ഏത് സമയത്തും ഏതെങ്കിലും നിയോജകമണ്ഡലത്തിലോ മേയറായിട്ടോ പഞ്ചായത്ത് മെമ്പറായിട്ടോ ഇതിലൊക്കെ വന്നേക്കാം. അതെ, അല്ലെ, അതൊക്കെ അവര് വരികയാണെങ്കിൽ തന്നെ അവര് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ അബദ്ധങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് വരട്ടെ. നല്ല നല്ല പൊതുപ്രവർത്തകരുണ്ടാവട്ടെ.